TYK1, A Limited acquired 1600 ordinary shares of 100 each of B Limited on 1st July 2016. So A Limited, B Limited 1600 shares of 100 each acquire ചെയ്തു 1st July 2016. 31st December രണ്ട് ബാലൻസ് ഷീറ്റും തന്നിട്ടുണ്ട്. ഇത് മിഡ് ഇയർ അക്വിസിഷൻ്റെ ക്വസ്റ്റൻ്റെ കേസാണ്. ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. The profit and loss account of B Limited showed a credit balance of 30,000 on 1st Jan 2016, out of which a dividend of 10% was paid on 1st August 2016. A Limited credited the dividend received to its profit and loss account. So ഇവിടെ B Limited in the profit and loss account 30,000 credit balance ഉണ്ട് 1st Jan 2016 പ്രകാരം. അതിൽ നിന്നും 10% ഡിവിഡൻഡ് 1st August 2016 പേ ചെയ്തു. A Limited credited the dividend received to its profit and loss account. So A Limited dividend receive ചെയ്തിരിക്കുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. ഇവിടെ ആക്ച്വലി അത് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലേക്കാണ് പോകേണ്ടിയിരുന്നത്, പക്ഷേ അവർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തുകൊണ്ട് റെക്ടിഫിക്കേഷൻ എൻട്രി വരും. റെക്ടിഫിക്കേഷൻ എൻട്രി എന്ത് വരും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ അത് ഡെബിറ്റ് കൊടുക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റർ ടു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് വിൽ ഗോസ് ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. എമൗണ്ട് എത്ര? ഡിവിഡൻഡ് എത്രയാണെന്ന് നോക്കണം. A ലിമിറ്റഡിൻ്റെ A ലിമിറ്റഡ് 1600 ഷെയർസ് അക്വയർ ചെയ്തു. സോ 1600 ഇൻറ്റു 100 ഇൻറ്റു എത്ര പെർസെൻറ്റ് ഡിവിഡൻഡ്? 10%. 16,000 ആണ് എമൗണ്ട് വരുന്നത്. സോ അതാണ് നമ്മുടെ വർക്കിംഗ് നോട്ട് നമ്പർ 1 വരുന്നത്. ദെൻ the plan and machinery which stood at 1,50,000 on 1st Jan 2016 was considered as worth 1,80,000 on 1st July 2016. So 1st January 2016 1,50,000 വരുന്ന പ്ലാൻ ആൻഡ് മെഷീനറി 1st July 2016 1,80,000 വാല്യൂ ചെയ്യുന്നു. This figure is to be considered while consolidating the balance sheet. The rate of depreciation on plant and machinery is 10%, computed on the base of useful life. Prepare consolidated balance sheet as on 31st December 2016. So, ഈ ക്വസ്റ്റ്യനിൽ നമുക്കൊരു 6 വർക്കിംഗ് നോട്ട്സ് വേണം. ഫസ്റ്റ് വർക്കിംഗ് നോട്ട് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞ റെക്ടിഫിക്കേഷൻ എൻട്രി, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് 16,000. സെക്കൻഡ് വർക്കിംഗ് നോട്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഓക്കെ, സെക്കൻഡ് വർക്കിംഗ് നോട്ട് ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. സോ നമുക്ക് ഓരോന്നും നോക്കാം. ഫസ്റ്റ് റിസർവ്സ് ബി ലിമിറ്റഡിൻ്റെ ഇറ്റ് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. അക്വിസിഷന് മുൻപുള്ള റിസർവ്സ് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് ക്യാപിറ്റൽ പ്രോഫിറ്റ്. ദെൻ നെക്സ്റ്റ് വൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ട്, അത് നോക്കാം. Profit and loss account of B Limited showed a credit balance of 30,000 on 1st Jan 2016, out of which 10% dividend paid on 1st August 2016. So 1st Jan 2016 പ്രകാരം 30,000 ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിൽ നിന്നും 10% ഡിവിഡൻഡ് പേ ചെയ്തു. അപ്പോൾ ഡിവിഡൻഡ് എന്ന് പറയുമ്പോൾ എത്ര വരും? ബി ലിമിറ്റഡിൻ്റെ ക്യാപിറ്റൽ 2 lakh ഉണ്ട്. സോ 2 lakhൻ്റെ 10% 20,000 ഡിവിഡൻഡ് ബി ലിമിറ്റഡ് പേ ചെയ്തു. അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റിഡ്യൂസ് ചെയ്യണം. സോ ബാലൻസ് 10,000 വരും. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 82,000. ആ 82,000 നിന്നും ഓൾറെഡി അഡ്ജസ്റ്റ് ചെയ്ത് 10,000 റിഡ്യൂസ് ചെയ്യുമ്പോൾ 72,000 ആണ്. അത് പ്രീ അക്വിസിഷനും പോസ്റ്റ് അക്വിസിഷനായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പ്രീ അക്വിസിഷൻ പ്രോഫിറ്റിനെയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്നും പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റാണ് റവന്യൂ പ്രോഫിറ്റ് എന്നും പറയുന്നത്. സോ അക്വിസിഷൻ എത്രാം തീയതിയാണ്? 1st July 2016. So up to 1st July 2016 capital profit, and after that revenue profit. January to July എത്ര മാസം ഉണ്ട്? 6 months. So 72,000 into 6/12 ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ പി ആൻഡ് എല്ലിൻ്റെയും കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് ഈസ് plant and machinery which stood at 1,50,000 on 1st Jan 2016 was considered as worth 1,80,000 on 1st July 2016. So 1st Jan 2016 1,50,000 വരുന്ന പ്ലാൻ ആൻഡ് മെഷീനറി. അതിന് 1st July 2016 എത്ര വാല്യൂ വരുമെന്ന് ആദ്യം നോക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? 1,50,000 നിന്നും ആ 6 months ഡിപ്രിസിയേഷൻ 1st Jan മുതൽ 1st July വരെ 6 months ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അത് 1,50,000 നിന്നും റിഡ്യൂസ് ചെയ്യുമ്പോൾ 1st July 2016 വാല്യൂ കിട്ടും. സോ ഡിപ്രിസിയേഷൻ എത്ര വരും?
1,50,000 ഇൻറ്റു എത്ര റേറ്റ് തന്നിട്ടുണ്ട് 10% ഇൻറ്റു 6/12 7,500 കിട്ടും. സോ 1,50,000 നിന്നും 7,500 റെഡ്യൂസ് ചെയ്യുമ്പോൾ 1,42,500 ആണ് 1st July 2016 പ്രകാരമുള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ വാല്യൂ എന്ന് പറയുന്നത്. സോ പക്ഷേ ഇറ്റ് ഈസ് വാല്യൂഡ് അറ്റ് 1,80,000. സോ ദർ ഇസ് increase in the valuation. So plant and machinery of 1,42,500 is revalued at 1,80,000. അവിടെ റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട് 37,500 റിവാലുവേഷൻ പ്രോഫിറ്റ് ഉണ്ട്, അത് ക്യാപിറ്റൽ പ്രോഫിറ്റ് ആണ്. ഓക്കെ, സെയിം വിത്ത് ഡിപ്രിസിയേഷൻ. സോ ഡിപ്രിസിയേഷൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്താൽ ഓൾറെഡി നമ്മൾ 1,50,000 കാൽക്കുലേറ്റ് ചെയ്തു 7,500. അതേപോലെ 1,80,000 6 months ഡിപ്രിസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും. സോ 7,500 മൈനസ് 9,000 എന്ന് പറയുമ്പോൾ 1,500 ഡിപ്രിസിയേഷൻ ഇൻക്രീസ് ചെയ്തു. എന്ത് അക്വിസിഷന് ശേഷം ഡിപ്രിസിയേഷൻ ഇൻക്രീസ് ചെയ്തു, അത് റവന്യൂവിൻ്റെ ലോസ് ആണ്. സോ റവന്യൂ പ്രോഫിറ്റ് കോളത്തിൽ -1,500. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ഹാഫ് ആയതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ വന്നത്. റിവാലുവേഷൻ പ്രോഫിറ്റ് 37,500. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ വന്നത് എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഹാഫ് അപ്പ് ടു 1st July 2016 വരെ പ്രീ അക്വിസിഷൻ ആയതുകൊണ്ട്. ദെൻ ഡിപ്രിസിയേഷൻ്റെ കേസിൽ നമ്മൾ രണ്ടും കമ്പയർ ചെയ്തു, സെക്കൻഡ് ഹാഫിലുള്ളത് കൂടി. സോ സെക്കൻഡ് ഹാഫിൻ്റെ കോളത്തിൽ റവന്യൂ പ്രോഫിറ്റിൻ്റെ കോളത്തിൽ -1,500 വരും ഡിപ്രിസിയേഷൻ. ഓക്കെ, ദെൻ രണ്ട് കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 183,500 34,500 കിട്ടും. ദെൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എത്രയാണ് 1,600 ഡിവൈഡഡ് ബൈ എത്ര വരും 200 വരും. 1,600 ഷെയർസ് അക്വയർ ചെയ്തു ഡിവൈഡഡ് ബൈ ഓൾറെഡി ബി ലിമിറ്റഡിൻ്റെ ഉള്ളത് 2,000 ഷെയർസ് ഇൻറ്റു 100 80% ആണ് അക്വയർ ചെയ്തിരിക്കുന്നത്. സോ 80% ഹോൾഡിംഗ് ഇൻട്രസ്റ്റും ബാക്കി 20% മൈനോറിറ്റി ഇൻട്രസ്റ്റും. സോ 80% holding interest 80%, minority interest 20%. 183,500 into 80%, ബാക്കി 20%. 34,500 into 80%, ബാക്കി 20%. ഓക്കെ, സെക്കൻഡ് വർക്കിംഗ് നോട്ട് കഴിഞ്ഞു. ദെൻ തേർഡ് വർക്കിംഗ് നോട്ട് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ്. സോ ആദ്യം തന്നെ ഷെയർസ് മേൽ 2 lakh ഷെയർസ് ആണുള്ളത്. 2 lakhൻ്റെ മൈനോറിറ്റി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 20%. 2 lakhൻ്റെ 20% എഴുതാം. ദെൻ സെക്കൻഡ് വർക്കിംഗ് നോട്ടിൽ നിന്നും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് എടുത്തെഴുതാം 36,700 6,900. സോ ടോട്ടൽ 83,600 വരും. ഓക്കെ, ദെൻ ഫോർത്ത് വർക്കിംഗ് നോട്ട് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുക, അതായത് ഗുഡ് വിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് ഉണ്ടോ നോക്കാം. സാധാരണ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ചെയ്യും. ഇവിടെ അത് കൂടാതെ തന്നെ ഡിവിഡൻറ്റും പാർ വാല്യൂ ഓഫ് ഷെയറും റെഡ്യൂസ് ചെയ്യണം. സാധാരണ കോസ്റ്റ് ഓഫ് അക്വിസിഷനിൽ നിന്നും പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് ആണ് നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്. ഈ ക്വസ്റ്റനിൽ ഡിവിഡൻറ്റും പാർ വാല്യൂ ഓഫ് ഷെയർ കൂടി റെഡ്യൂസ് ചെയ്യണം. സോ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എത്രയാണ് ബാലൻസ് ഷീറ്റ് നോക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ബി ലിമിറ്റഡ് അറ്റ് കോസ്റ്റ് 3,40,000. അതിൽ നിന്നും പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എത്രയാണ് സെക്കൻഡ് വർക്കിംഗ് നോട്ട് ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എത്രയാണ് സെക്കൻഡ് വർക്കിംഗ് നോട്ടിൻ്റെ 1,46,800. നെക്സ്റ്റ് ഡിവിഡൻറ്റ് റെഡ്യൂസ് ചെയ്യുക 16,000 ഡിവിഡൻറ്റ് റെഡ്യൂസ് ചെയ്യുക അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളതുകൊണ്ടാണ്. ദെൻ പാർ വാല്യൂ ഓഫ് ഷെയർ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല. നമ്മൾ പ്രീവിയസ് വീഡിയോസിൽ ഒരു വർക്കിംഗ് നോട്ട് പഠിച്ചു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ റിസർവ്സ് PNL അത് മൂന്നും ടോട്ടൽ എടുത്തിട്ട് അതിന് ഇത്ര % ഹോൾഡിംഗ് ഇൻട്രസ്റ്റും ബാക്കി മൈനോറിറ്റി ഇൻട്രസ്റ്റും. സോ ആ ടേബിൾ പ്രകാരം ഇവിടെ പ്രീ അക്വിസിഷൻ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് ഈ റിസർവ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. ഓക്കെ, ആക്ച്വലി ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. സോ ബാലൻസ് ഷീറ്റിൽ ഇക്വിറ്റി ക്യാപിറ്റൽ എത്രയാണ് 2 lakh ആണ് ബി ലിമിറ്റഡിൻ്റെ എടുക്കേണ്ടത്. സോ 2 lakhൻ്റെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് 80%. സോ 2 lakh into 80% 1,60,000 കൂടി റെഡ്യൂസ് ചെയ്യണം, ബിക്കോസ് ഇത് രണ്ടും ഒരുമിച്ചുള്ളതാണ്. ദെൻ അതുകൂടാതെ ഡിവിഡൻറ്റും റെഡ്യൂസ് ചെയ്യണം, ബിക്കോസ് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉള്ളത് കൊണ്ടാണ്. റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് 17,200 ഗുഡ് വിൽ കിട്ടും. പോസിറ്റീവ് ഫിഗർ ആണ്, സോ ഇറ്റ് ഈസ് ഗുഡ് വിൽ. നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ ഇറ്റ് ഈസ് ക്യാപിറ്റൽ റിസർവ്. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് നോട്ടീസ് പ്ലാൻ ആൻഡ് മെഷീനറിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് ആ വാല്യൂയാണ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ എടുക്കുന്നത്. സോ പ്ലാൻ ആൻഡ് മെഷീനറി എത്രയുണ്ട് എ ലിമിറ്റഡിൻ്റെ 2,40,000. ദർ ഇസ് നോ ചേഞ്ച്. ദെൻ ബി ലിമിറ്റഡിൻ്റെ 1st July 2016 അവർ വാല്യൂ ചെയ്തിരിക്കുന്നത്
1,80,000 ആണ്. സോ അത് 31st ഡിസംബറിൽ എത്ര വാല്യൂ ചെയ്യും? 1,80,000 മൈനസ് depreciation for that remaining 6 months. So 1,80,000 10% കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ 18,000 കിട്ടും. അത് ഇൻറ്റു 6/12 ചെയ്യുമ്പോൾ 9,000 ഡിപ്രിസിയേഷൻ കിട്ടും. ഡിപ്രിസിയേഷൻ അതിൽ നിന്ന് റെഡ്യൂസ് ചെയ്യുമ്പോൾ 171,000 കിട്ടും. സോ ടോട്ടൽ വാല്യൂ ഓഫ് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് 4,11,000. ഓക്കെ, നെക്സ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ വർക്കിംഗ് നോട്ട്. ഇത് ചെയ്യുന്നത് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ളത് കൊണ്ടാണ്. സോ ആദ്യം തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എ ലിമിറ്റഡിന് എത്രയുണ്ട്? 57,200 ഉണ്ട്. ഇവിടെ ഓൾറെഡി പറഞ്ഞു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് എ ലിമിറ്റഡിന് റിസീവ് ചെയ്ത് ഡിവിഡൻറ്റ് കയറ്റി. സോ അത് ആക്ച്വലി ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിലാണ് പോകേണ്ടിയിരുന്നത്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എ ലിമിറ്റഡിൻ്റെ നിന്ന് ആ 16,000 റെഡ്യൂസ് ചെയ്ത് കളയാം. സോ 41,200 കിട്ടും. ബി ലിമിറ്റഡിൻ്റെ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. റവന്യൂ പ്രോഫിറ്റ് കോളത്തില്ല, ഹോൾഡിംഗ് ഇൻട്രസ്റ്റ്. റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടാണ്. സോ അതിൽ ഹോൾഡിംഗ് ഇൻട്രസ്റ്റ് ആണ് എൻ്റെ ബി ലിമിറ്റഡിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് ഫോമാറ്റ് എഴുതാം. ഫസ്റ്റ് ഐറ്റം ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എന്ത് വരും? കൺസോളിഡേഷനിൽ ഷെയർ ക്യാപിറ്റൽ ഓഫ് കമ്പനി എന്ന് പറയുന്നത് ഹോൾഡിംഗ് കമ്പനിയുടെ ക്യാപിറ്റൽ മാത്രമാണ്. സോ ഷെയർ ക്യാപിറ്റൽ 5 lakh വരും. ദെൻ റിസർവ്സ് ആൻഡ് സർപ്ലസ് നോട്ട്സ് ടു അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം. റിസർവ് എന്ന് പറയുന്നത് എ ലിമിറ്റഡിൻ്റെ റിസർവ് എത്രയാണ്? 2,40,000. ബി ലിമിറ്റഡിൻ്റെ ഓൾറെഡി നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ എടുത്തു. സോ 2,40,000 റിസർവ്സ് വരും. ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ബാലൻസ് വർക്കിംഗ് നോട്ട് നമ്മൾ ചെയ്തു 68,800. സോ ടോട്ടൽ 3,08,800 റിസർവ്സ് ആൻഡ് സർപ്ലസ് വരും. ദെൻ മൈനോറിറ്റി ഇൻട്രസ്റ്റും ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു 83,600. ദെൻ ട്രേഡ് പേയബിൾസ് ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുണ്ട് 47,100 പ്ലസ് 17,400 64,500. ദെൻ ഷോർട്ട് ടേം ബോറോവിങ്സ് ആണ് ബാങ്ക് ഓടി, അത് 80,000 വരും. ഓക്കെ, ദെൻ നോൺ കറണ്ട് അസെറ്റ് സൈഡിൽ ഫസ്റ്റ് വൺ ഇസ് പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റ്. പ്രോപ്പർട്ടി പ്ലാൻ ആൻഡ് എക്യുപ്മെൻറ്റിൽ ഫസ്റ്റ് ഐറ്റം ഈസ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. സെയിം തിങ് 1,50,000 പ്ലസ് 1,80,000 3,30,000 വരും. പ്ലാൻ ആൻഡ് മെഷീനറിയുടെ കേസ് എന്ന് പറയുന്നത് എ ലിമിറ്റഡിൻ്റെ 2,40,000 ഓൾറെഡി ഉണ്ട്. ബി ലിമിറ്റഡിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 4,11,000. എ ലിമിറ്റഡിൻ്റെയും ഇൻക്ലൂഡ് ചെയ്ത് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. സോ പ്ലാൻ ആൻഡ് മെഷീനറിയുടെ വാല്യൂ 4,11,000. ഓക്കെ, സോ ടോട്ടൽ 7,41,000. നെക്സ്റ്റ് ഈസ് ഇൻടാഞ്ചിബിൾ അസറ്റ്. അത് കോസ്റ്റ് ഓഫ് കൺട്രോളിൽ നമുക്ക് ഗുഡ് വില കിട്ടി. സോ ഇൻടാഞ്ചിബിൾ അസറ്റ് 17,200. ദെൻ ഇൻവെൻറ്ററീസിൽ ചേഞ്ച് ഒന്നുമില്ല 120 പ്ലസ് 36,400. ദെൻ ട്രേഡ് റിസീവബിളും ആഡ് ചെയ്ത് എഴുതാം, ക്യാഷും ആഡ് ചെയ്ത് എഴുതാം. ഓക്കെ, നവംബർ 2020 15 മാർക്സിന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ അതിലൊരു അഡീഷണൽ ആയിട്ട് പ്രിലിമിനറി എക്സ്പെൻസസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. സോ ആ പ്രിലിമിനറി എക്സ്പെൻസസ് നമ്മൾ എല്ലാം സെക്കൻഡ് വർക്കിംഗ് നോട്ടിൽ ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതേപോലെ ചെയ്തിട്ട് 2 കോളത്തിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കാം. ആ ടോട്ടലിൽ നിന്നും ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് പ്രിലിമിനറി എക്സ്പെൻസസ് റിഡ്യൂസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ബാലൻസ് എമൗണ്ടിൻ്റെയാണ് ഹോൾഡിംഗ് ഇൻട്രസ്റ്റും മൈനോറിറ്റി ഇൻട്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഡിവിഡൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് കൂടിയുണ്ട്. നേരത്തെ പ്രീവിയസ് ക്വസ്റ്റ്യനിൽ, അതായത് TYK 1 നമ്മൾ ഡിവിഡൻറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഡിവിഡൻറ്റ് റോങ്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്തു. സോ ആ ഡിവിഡൻറ്റ് നമ്മൾ എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു? ഒന്ന്, ക്യാപിറ്റൽ പ്രോഫിറ്റും റവന്യൂ പ്രോഫിറ്റും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ സെക്കൻഡ് വർക്കിംഗ് നോട്ട്, അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്തു ഡിവിഡൻറ്റ് പെയ്ഡ് ബൈ ദ കമ്പനി. അത് സെയിം തന്നെയാണ്, ഈ ക്വസ്റ്റ്യനിലും സെയിം തന്നെയാണ്. ദെൻ അതേപോലെ ഡിവിഡൻറ്റ് നമ്മൾ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ റെഡ്യൂസ് ചെയ്തു 16,000. പിന്നെ അവിടെ ചേഞ്ചസ് വരുത്തി. ബാലൻസ് ഷീറ്റിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കണ്ടപ്പോൾ റെഡ്യൂസ് ചെയ്തു 16,000. വർക്കിംഗ് നോട്ട് നമ്പർ 6. സോ നമ്മൾ TYK 1 ഡിവിഡൻറ്റ് 3 സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു. ഒന്ന്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 20,000 ടോട്ടലി. ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ റെഡ്യൂസ് ചെയ്തു 16,000. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എ ലിമിറ്റഡിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ റെഡ്യൂസ് ചെയ്തു 16,000. 3 സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ ഈ നവംബറിൽ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഡിവിഡൻറ്റ് അവർ കറക്റ്റ്ലി അക്കൗണ്ട് ചെയ്തു എന്നാണ് പറയുന്നത്.
ഓക്കെ, സോ ഫസ്റ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയി മാത്രം മതി. ഡിവിഡൻഡ് ഓൾറെഡി ഡിക്ലെയർ ചെയ്തു. സോ ക്യാപിറ്റൽ പ്രോഫിറ്റ് റവന്യൂ പ്രോഫിറ്റിൻ്റെ വർക്കിംഗ് നോട്ടിൽ എന്തായാലും ആ ടോട്ടൽ ഡിവിഡൻറ്റ് റെഡ്യൂസ് ചെയ്യണം. ടോട്ടൽ ഡിവിഡൻഡ് ഡിക്ലെയർഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്ന് റെഡ്യൂസ് ചെയ്യണം. പക്ഷേ ബാക്കി രണ്ടിടത്തുനിന്നും റെഡ്യൂസ് ചെയ്യേണ്ടത്, അതായത് കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും റെഡ്യൂസ് ചെയ്യേണ്ട